നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കും മേഖലയിലെ മറ്റ് ഭാഗങ്ങളിലേക്കും വിമാനങ്ങൾ റദ്ദാക്കുകയോ കാലതാമസം നേരിടുകയോ ചെയ്യുന്നുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. UAE-യിൽ നിന്നുള്ള ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, എയർ അറേബ്യ എന്നീ വിമാനങ്ങൾക്കാണ് തടസ്സം നേരിടുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻ ജോർദാൻ, ലെബനൻ, ഇറാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഈ മാസം 30 വരെ നിർത്തിവെച്ചതായി അറിയിച്ചു. ഒമാനിൽ മുഹറം പൊതു അവധി പ്രഖ്യാപിച്ചു. ജൂൺ 29-ന് സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. വാരാന്ത്യം ഉൾപ്പെടെ 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. ഇന്ത്യക്കാർക്കും ഷാർജയിൽ ഭൂമി സ്വന്തമാക്കാമെന്ന റിപ്പോർട്ട്. ഇതിനായി ദൈദ് റോഡിനും ഖോർഫഖാൻ റോഡിനും ഇടയിൽ ഖാലിദ് ബിൻ സുൽത്താൻ സിറ്റി എന്ന പേരിൽ മൾട്ടി ബില്യൺ ദിർഹം ഫ്രീഹോൾഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിൽപ്പന ആരംഭിക്കുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. റാസൽ ഖൈമ വിമാനത്താവളം പുതിയ ടെർമിനൽ തുറന്നു. നിലവിലുള്ള 4933 ചതുരശ്ര മീറ്റർ അറൈവൽ, 3134 മീറ്റർ അറൈവൽ ടെർമിനൽ ഉൾപ്പെടെ 30,000 ചതുരശ്ര മീറ്ററാണ് പുതിയ ടെർമിനലിന്റെ മൊത്തം വിസ്തീർണം. രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി റാസൽ ഖൈമയെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി. പുതിയ ടെർമിനലിൽ ബാഗേജ് കൈകാര്യം ചെയ്യാനുള്ള നൂതന സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് ഗേറ്റുകൾ, നവീകരിച്ച കസ്റ്റംസ് പോലീസ് സേവനങ്ങൾ, പാസ്പോർട്ട് നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ഒട്ടേറെ വിമാന കമ്പനികൾക്ക് കെയ്റോ, ജിദ്ദ, പാകിസ്ഥാൻ, ഇന്ത്യ, മോസ്കോ എന്നിവിടങ്ങളിലേക്ക് ചാർട്ടർ കണക്ഷനുകളുമുണ്ട്. ദുബായിൽ മ്യൂസിയം ഓഫ് ദി സമ്മർ ക്യാമ്പിന് അടുത്ത മാസം തുടക്കമാകും. തുടർച്ചയായ 4ാം വർഷമാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 6 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ളവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നാളെ മുതൽ ഓഗസ്റ്റ് 7 വരെ 3 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പ്. ഓരോ ആഴ്ചകളിലും സുസ്ഥിരത, നവീകരണം, ബഹിരാകാശ ശാസ്ത്രം, സംരംഭകത്വം എന്നിങ്ങനെ വേറിട്ട വിഷയങ്ങളിലാണ് ക്യാമ്പ് നടക്കുക. വേൾഡ് എക്സ്പോ 2030 റിയാദിൽ നടത്താൻ അനുമതിയായി. പാരീസിൽ നടന്ന ജനറൽ അസംബ്ലി യോഗത്തിലായിരുന്നു പ്രഖ്യാപനം. 2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 31 വരെ നടത്തുന്ന എക്സ്പോയിൽ 4 കോടിയിലേറെ സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. 195 രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോകളിലൊന്നായി ഇത് മാറുമെന്നാണ് റിപ്പോർട്ട്. 60 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് $7,000 കോടി ചെലവിലാണ് എക്സ്പോയ്ക്ക് വേദിയൊരുങ്ങുന്നത്. ദുബായിൽ ലോകോത്തര നിലവാരമുള്ള ഓർക്കസ്ട്ര സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. ദുബായ് കൾച്ചറിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രാദേശികവും രാജ്യാന്തരവുമായ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുതിയ ഓർക്കസ്ട്ര രൂപീകരിക്കുന്നത്. സൗദി അറേബ്യയിൽ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്കും സേവനങ്ങൾക്കുമുള്ള ഫീസുകൾ കുറച്ചും സൗജന്യമാക്കിയും സൗദി സെൻട്രൽ ബാങ്ക്. ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള ഫീസ് കുറച്ചു. ഇതുവരെ 5,000 റിയാലോ അതിൽ കുറവോ പണം പിൻവലിക്കുന്നതിന് 75 റിയാലാണ് ഫീസായി ഈടാക്കിയിരുന്നത്. പുതിയ പരിഷ്കരണം അനുസരിച്ച് 2,500 റിയാലിൽ കുറവാണെങ്കിൽ പിൻവലിക്കൽ തുകയുടെ 3% കുറയാത്ത തുകയാണ് ഈടാക്കുക. തുക 2,500 റിയാലോ അതിൽ കൂടുതലോ ആണ് പിൻവലിക്കുന്നതെങ്കിൽ 75 റിയാൽ ഫീസായി ഈടാക്കും. ഈ വാലറ്റ് റീചാർജ് ചെയ്യുന്നതിനുള്ള ഫീസ് സൗജന്യമാക്കി. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിനും ഇടപാടുകളിലെ തെറ്റുകളിൽ വിയോജിപ്പ് അറിയിക്കാനുമുള്ള ഫീസ് 50-ൽ നിന്ന് 25 റിയാലാക്കി കുറച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.